ഇന്ന് ഹോം ഗ്രോൺ പരിചയപ്പെടുത്തുന്ന ഉൽപ്പന്നം ട്രൈക്കോഡെർമ സമ്പുഷ്ട കാലിവളമാണ്. പഴവർഗ കൃഷിക്ക് ഉപയോഗിക്കുന്ന അടിസ്ഥാന വളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാലിവളം അഥവാ ചാണകപ്പൊടി. ട്രൈക്കോഡെർമ ചേർത്ത് ഇതിനെ സമ്പുഷ്ടമാക്കിയാൽ ഏറെ പ്രയോജനം ചെയ്യും. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നശിപ്പിച്ച് വേരുപടലം കരുത്തുള്ളതാക്കി ചെടികളെ വളരെ പുഷ്ടിയോടെ വളർത്താൻ സഹായിക്കും. 1 മീറ്റർ സമചതുരം കുഴി നിറയ്ക്കുവാൻ ആവശ്യമായ മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. നേരിട്ട് വെയിലോ മഴയോ പതിക്കാതെ ഒരു ഷെഡിലോ വീടിന്റെ ഇറയത്തോ ആയിരിക്കണം കാലിവളം ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കുവാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്രകാരമുള്ള കൂരയ്ക്കുള്ളിൽ അമിത ചൂട് ഉണ്ടാകാതിരിക്കുവാൻ മെടഞ്ഞ ഓലയോ ഓടോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വൃത്തിയാക്കിയ പ്രതലത്തിൽ 10 കിലോ ചാണകപ്പൊടി നിരത്തുക. അതിനുശേഷം 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 പിടി ട്രൈക്കോഡെർമ എന്നിവ ക്രമമായി വിതറുക. ഈ പ്രക്രിയ 2 പ്രാവശ്യം കൂടി ആവർത്തിക്കുക. ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ വെള്ളം നനച്ച് നനഞ്ഞ ചണച്ചാക്കുകൾ നിരത്തി മൂടിയിടുക. നനവ് നിലനിർത്തുവാൻ ചാക്കിന് മുകളിൽ ദിവസവും വെള്ളം തളിക്കേണ്ടി വരും. 4 ദിവസങ്ങൾക്കുള്ളിൽ മിശ്രിതം ശ്രദ്ധിച്ചാൽ ട്രൈക്കോഡെർമയുടെ സ്പോറുകൾ പച്ച നിറത്തിൽ കാണാൻ കഴിയും. ട്രൈക്കോഡെർമയുടെ സ്പോറുകൾ എല്ലായിടത്തും വ്യാപിക്കുവാൻ ഈ മിശ്രിതം നന്നായി ഇളക്കി വേണ്ടത്ര വെള്ളം തളിച്ച് 3 ദിവസം കൂടി നനഞ്ഞ ചണച്ചാക്കുകൾ കൊണ്ട് മൂടണം. അതിനുശേഷം ഈ മിശ്രിതം ഉപയോഗിച്ച് കുഴികൾ നിറയ്ക്കാവുന്നതാണ്. തോട്ടമടിസ്ഥാനത്തിലുള്ള കൃഷിക്കായി ട്രൈക്കോഡെർമ സമ്പുഷ്ട കാലിവളം തയ്യാറാക്കുമ്പോൾ ബെഡുകൾ രൂപപ്പെടുത്തി ചെയ്യുന്ന രീതിയാണ് കൂടുതൽ അഭികാമ്യം. 1 ടൺ മിശ്രിതത്തിനായി താഴെ പറയുന്നവ ആവശ്യമാണ്: ചാണകപ്പൊടി 900 കിലോഗ്രാം, വേപ്പിൻ പിണ്ണാക്ക് 100 കിലോഗ്രാം, ട്രൈക്കോഡെർമ 10 കിലോഗ്രാം. 4 ദിവസങ്ങൾക്ക് ശേഷം ഈ മിശ്രിതത്തിന്റെ അടുക്കുകളിൽ കാണപ്പെടുന്ന ട്രൈക്കോഡെർമ സ്പോറുകൾ എല്ലായിടത്തും വ്യാപിക്കുന്നതിനായി നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നനവ് ക്രമീകരിച്ച് ചെറിയ ചെറിയ ബെഡുകളാക്കി അവയ്ക്ക് മുകളിൽ നനഞ്ഞ ചാക്കുകൾ നിരത്തി ഈർപ്പം നിലനിർത്താൻ എല്ലാ ദിവസവും ആവശ്യാനുസരണം വെള്ളം തളിച്ച് കൊടുത്ത് 3 ദിവസങ്ങൾക്ക് ശേഷം ആവശ്യാനുസരണം ഉപയോഗിക്കാം.